വലുതോ ചെറുതോ? Catch me if you can. Ting 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 ting. എത്ര നേരമായി ഇത്തിരി ചൂട് വെള്ളം ചോദിച്ചേട്ടാ? ഞാൻ അമ്മയ്ക്ക് ഇത്തിരി കാപ്പി ഉണ്ടായിക്കൊണ്ടിരിക്ക. താനെന്നെ കളിയാക്ക? ഇത് ആസ്മയുടെയാ? ഇത് പുകയുടെയാ? ഇതിൽ തുപ്പമായിരുന്നില്ലേ? ഇതിനകത്ത് ഒരു ത്രില്ലില്ല. Susie. 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 എന്താ എന്നെ ഫോൺ ചെയ്യാത്ത? ഞാൻ നമ്പർ തരട്ടെ. 0484 0484 36541 36541. എനിക്ക് വേണ്ട. ഇന്നലെ കൂടെ മണ്ടയ്ക്കാട്ട് ഭഗവതി എന്നോട് പറഞ്ഞു എന്റെ മകനെ ആരോ എവിടെയോ പൂട്ടിയിട്ടിരിക്കുന്നു എന്ന്. എന്റെ ഓമനക്കുട്ടനെ പൂട്ടിയിട്ടത് ആരായാലും അവൻ പുഴുത്ത് 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 പറയരുതേ അമ്മേ. എടാ, എന്തോ സാമദ്രോഹി! നിന്റെ ഈ കാഷായ വേഷം കണ്ട് നീ ഒരു സംസ്കാരമുള്ളവനാണെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ സംസ്കാര സമ്പന്നനാണ്. അല്ല, ഒന്നുകിൽ നീ എന്റെ ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ നീ അവളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. അമ്മേ, ഇവിടെ തുപ്പരുത്. ഭഗവാനെ, എന്റെ സമയം ഭയങ്കരം. എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ. അമ്മേ, മണ്ടയ്ക്കാട്ട് ഭഗവതിയാണ് സത്യം. അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പൂട്ട് എന്റെ കയ്യിലില്ല. വിശാലടേ, ഇതാ പൂട്ട്. കിണറ്റില് ആരോ കുഴിച്ചിട്ടിരിക്കുന്നു. ഇതാരുടെ പൂട്ട്? തന്റെ പൂട്ട്. താൻ ദിവസം ഓമനക്കുട്ടനെ പൂട്ടിയിട്ടിരുന്ന പൂട്ട്. അയ്യോ, എന്റെ മോനെവിടെ? എന്റെ മോനെവിടെ? കൊണ്ടുവരാം. 24 മണിക്കൂറിനകം കൊണ്ടുവന്നിരിക്കണം. കൊണ്ടുവരാം. കൊണ്ടുവരുമോ? കൊണ്ടുവരാം. കൊണ്ടുവരാം. കാഷായമിട്ട കഴിവരുടെ മോൻ. എന്റെ സമയദോഷം. വിശാരടി. ആ, പിന്നെ അല്ലേ വേണ്ട, ഞാൻ അകത്തൊന്ന് പറയാം. ഇത് നിന്റെ മുറിയിലേക്കുള്ള വാതിലല്ലേ? അതെ. പൂട്ടിയിട്ടിരിക്കുന്നു. ആര് പൂട്ടി? മാർഗരറ്റ് പൂട്ടി. ഞാൻ പുറത്തു പോകുമെന്ന് ഭയന്നു. നിന്റെ ജീവിതത്തിൽ കുറച്ചു കാലം നിന്നെ ഞാൻ അവിടെ ഇട്ട് പൂട്ടി. ഇനിയുള്ള കാലം മാർഗരറ്റ് പൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ കരുതി എന്റെ സമയമാണ് ഭയങ്കരമെന്ന്. അല്ലേ അല്ല, നിന്റെതാണ് അതിഭയങ്കരം. തനിക്ക് തമാശ പറയാനുള്ള മൂടാ. എന്റെ മൂടിനെ പറ്റി പറയാതിരിക്കാ ഭേദം. നിന്റെ അച്ഛനും അമ്മയും എന്നെ അവിടെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. അച്ഛനും അമ്മയും വന്നോ? വന്നോന്ന്. ചുരുങ്ങിയ സമയം കൊണ്ട് നിന്റെ അച്ഛൻ എനിക്ക് രോമനെ പേരിട്ടു. കാഷായമിട്ട കഴിവറടാ മോൻ. എത്ര നാൾ ഞാനിങ്ങനെ ഇവിടെ കഴിയും? എല്ലാം ശാന്തമാകാമെന്ന് പറഞ്ഞിട്ട് എന്റെ കാര്യം എന്തായി? ഒന്നും ആയിട്ടില്ല. ആ ഇൻസ്പെക്ടർ ഇപ്പോഴും അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇന്നലെ ആലമ്പന മാർക്കറ്റ് വെച്ച് കണ്ടു. അതിരിക്കട്ടെ, അവള് നിന്നോട് അവളെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലെന്നീ.
പക്ഷെ ഉറക്കത്തിൽ അവള് പിച്ചും പേയും പറയുന്ന കൂട്ടത്തിൽ ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ട്. എന്താ? ഒരു ഫോൺ നമ്പർ. ഇത് STD കോഡാ. പിഷാരടി ഇത് വെച്ചൊന്ന് അന്വേഷിക്കാം. എന്താ? കൈ നോക്കി ഫലം പറയാം സാർ. കൈ മാത്രമേ നോക്കുള്ളൂ അതോ കാല് നോക്കൂ? ആക്ഷേപിക്കരുത് സാർ. എറേ പോണം മിസ്റ്റർ. എന്താ വിശ്വാസം വരുന്നില്ലേ? ഈ വീട്ടിൽ നിന്ന് ഒരു കന്യകയെ കാണാതായിട്ട് കുറെ നാളായി. ഹലോ ഹലോ, ഒന്ന് നിന്നേ. പോണം മിസ്റ്റർ. ഒന്ന് നിന്നേ. ഹലോ ഹലോ. കൈ നോക്കണം, കാലും നോക്കണോ? ആക്ഷേപിക്കരുത്. ഇന്നേക്ക് 30-ാം ദിവസം നിന്റെ വലത് കാലൊടിയും. എന്റെ കാലൊന്നും ഒടിയൂല. അത് നീയല്ല തീരുമാനിക്കേണ്ടത്, നാട്ടുകാരാണ്. ഈ വീട്ടിൽ സുഖമായി കഴിയേണ്ട ഒരു കന്യക, അതെ, അവൾക്കായി ഇവിടുത്തെ തൂണും തുരുമ്പും കാത്തിരിക്കുന്നു. ശരിയാണോ? അതെ. ആ, കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ചുവന്ന വസ്ത്രം ധരിച്ച് കന്യകയുടെ വരവായി. അത്ര നല്ല നിമിത്തമല്ല. എനിക്കെന്നല്ലേ? എനിക്കറിയാം, അവൾ വന്നു ചേർന്നാൽ മാത്രമേ അവിടുത്തെ മുഖം പ്രസന്നമാകൂ, മനസ്സ് ശാന്തമാകൂ. സ്വാമി, എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തതെന്ന് ഇനി അറിയില്ല. ഇതിനെല്ലാം ഏക അവകാശി മകളല്ലെങ്കിലും മകളെ പോലെ, കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ അവളെ വളർത്താൻ ശ്രമിച്ചു. പക്ഷേ അരുത്, മനസ്സ് വിഷമിപ്പിക്കരുത്. നിന്റെ ഈ പ്രായത്തിൽ പല കുട്ടിത്വം തോന്നും. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ജീവിതം പന്താടരുത്. മര്യാദയ്ക്ക് വീട്ടിൽ പോ. ഞാൻ പോവില്ല. എന്താ പോയാല്? നിന്റെ വീട്ടിൽ നിന്നാ ഞാൻ വരുന്നത്. നിനക്കവിടെ എന്താ ഒരു കുറവ്? അച്ഛനില്ലെങ്കിലും അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനില്ലേ? ഇവളുടെ പേര് പറയുമ്പോ ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞൊഴുകാണ്, അറിയാമോ? ഞാൻ പോവില്ല. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കേണ്ട ആവശ്യം എന്താ? ആവശ്യം എന്താണെന്നോ? ഇവളിപ്പോ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ പോലീസ് അവളുടെ പിന്നാലെ വരും. മിസ്സിങ്ങിന്റെ പേരിൽ, ഓമനക്കുട്ടന്റെ പിന്നാലെ വരും, കിഡ്നാപ്പിന്റെ പേരിൽ, എന്റെ പിന്നാലെ വരും, ഇവർക്ക് എന്നോട് കൂട്ടുന്നതിന്റെ പേരിൽ. ഇവളിപ്പോ മര്യാദയ്ക്ക് വീട്ടിലോട്ട് പോയാൽ എല്ലാ പ്രശ്നവും തീർന്നു. നീ പോയേ പറ്റൂ. മാർഗരറ്റ്, യെസ്. കഥ തുറക്ക്. തുറക്കാൻ. ഓമനക്കുട്ട, ഇതിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇയാള് വീട്ടിൽ പോണ്ട, ഇവിടെ തന്നെ നിന്നോ. ഞാനും കൂട്ടിരിക്കാം. എന്റെ ജോലിയും പോവും, ജീവിതവും നശിക്കും. പ്രശ്നമല്ല. പക്ഷെ എനിക്കൊന്നറിയണം. എന്താ വീട്ടിൽ പോകാത്തത്? എന്താ വീട്ടിൽ പോകാത്തതെന്ന്.